നമസ്കാരം. അടുത്ത കഥ പറയുമ്പോൾ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചു വേണമെങ്കിൽ തെറി പറയും, ഞാൻ മറുപടി പറയാം. നാണം കെട്ട തൊലി ഉരിയുന്ന ഒരു പരസ്യം കണ്ടതിനെ പറ്റിയാണ് അടുത്ത് പറയാനുള്ളത്. വൈക്കം ചെമ്പിലെ ഒരു ചെറിയ വീട്ടിൽ മമ്മൂട്ടി ജനിച്ചു വളർന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ. ലോകപ്രശസ്തനുമായി. ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ച എന്താ പറയുക ഒരു സിനിമ, ഇപ്പോൾ വന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടല്ലോ, പെട്ടെന്ന് പേര് മറന്നുപോയി, മൈക്കിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആ സിനിമ വിദേശത്ത് എന്താ പറയുക പ്രദർശിപ്പിക്കുകയോ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നു. അത്രയും വളർന്ന നടനാണ് മമ്മൂക്ക. അദ്ദേഹം ലോകപ്രശസ്തനെന്ന് പറഞ്ഞ് ചെറുതാക്കണ്ട. മദ്രാസിൽ അദ്ദേഹം ഒരു വീട് വെച്ചു. ഒരു 1.5 വീടായിരുന്നു എന്ന് പറയാം. ഞാനവിടെ പോയിട്ടുണ്ട്. അത് പണിത എൻജിനീയറാണ് എൻ്റെ ഗുരുനാഥനായ ഹരികുമാറിന് സുഹൃതം എന്ന് പറഞ്ഞ വീട് വെച്ച് കൊടുത്തത്. അത് നല്ല വീടാണ്. അപ്പോൾ അങ്ങോട്ട് ഇടപ്പഴിഞ്ഞിൽ നല്ല വീട് പണിത്, പിന്നെ അതിൻ്റെ ചുവരുകളിൽ നല്ല കാശ് ചിലവിട്ട് പായലൊക്കെ പിടിപ്പിച്ചിട്ടാണ് മമ്മൂക്ക മദ്രാസിൽ താമസിച്ചത്. നല്ല വില കൂടിയ കല്ലിലൊക്കെ ചെയ്തിട്ടേ അതിലത്രയും പായൽ വെച്ച് പിടിപ്പിച്ചു. ആർക്കും ചെയ്യുക, നമ്മൾ പായൽ വരെയാണെങ്കിൽ ഇളക്കിക്കളയും. ഇദ്ദേഹം ആ ചുവര് മുഴുവൻ പിടിപ്പിച്ചു. പിന്നെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ഒരു വീട് വെച്ചു. അവിടെ കുറേ കാലം താമസിച്ചു. ഇപ്പോൾ കടവന്ത്രയിൽ കൊട്ടാര പോലത്തെ ഒരു രമ്യഹർമ്മ്യം പണിത് അദ്ദേഹം താമസിക്കുന്നു. മകൻ ദുൽഖറും കൊച്ചിയിൽ വേറെ വീട് വെച്ച് താമസിക്കുന്നു. നെയ്പരുത്ത അപ്പത്തിന് കുഴപ്പമില്ല എന്നാണല്ലോ എല്ലാവരും പറയാറ്. നടുക്കടലിൽ പോയാലും നായ നക്കിയോ കുടിക്കൂ എന്ന് പറഞ്ഞ കണക്ക് നാണം തോന്നിയ ഒരു പരസ്യം ഞാൻ ഇന്നലെ കണ്ടു. ഒരു പെൺകുട്ടി താജ്മഹൽ കാണാൻ അല്ലെങ്കിൽ ചൈനയുടെ വൻമതിൽ കാണാൻ വിളിക്കും പോലെ മുഖത്ത് ഒരുപാട് അതിശയം ഇങ്ങനെ വാരി വിതറി ആ പെങ്കൊച്ച് ഈ പരസ്യത്തിൽ സംസാരിക്കുന്നു. മമ്മൂക്കയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ആ കൊച്ചു ചോദിക്കുന്നത്. ഇതാ ഒരു സുവർണ അവസരം, 25 കോടി അടിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതാ ഒരു സുവർണ അവസരം. ജനുവരി 24, 25 തീയതികളിൽ ലുലു മാളിൽ നടക്കുന്ന മനോരമ ഫോർച്യൂൺ ട്രാവൽസ് ആൻഡ് ടൂറിസം എക്സ്പോയ്ക്കായി രജിസ്റ്റർ ചെയ്യൂ. അതിൽ രജിസ്റ്റർ ചെയ്താൽ മനോരമയുടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാം. പങ്കെടുക്കുന്ന 3 ഫാമിലിക്കേ ഉള്ളൂ, ഒരുപാട് പേർക്കൊന്നുമില്ല. 3 ഫാമിലിക്കാണ് താമസം. വർഷങ്ങളോളം മമ്മൂക്ക താമസിച്ച വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. മമ്മൂക്കയുടെ അവാർഡ് കളക്ഷൻസ്, ഹോം തിയേറ്റർ, അദ്ദേഹം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഹോം തിയേറ്റർ, ദുൽഖറിൻ്റെ സ്വീറ്റ് റൂം, മറ്റനേകം അട്രാക്ഷനുള്ള ഈ വീട്ടിൽ താമസിക്കാൻ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ എന്നാണ് പരസ്യം. മനോരമ ഒയോഗാർ എന്ന് പറഞ്ഞ സൈറ്റിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. മനോരമയ്ക്ക് ഇങ്ങനെ ആളെ ആകർഷിക്കാൻ നാണമില്ലെങ്കിൽ അവരിങ്ങനെയുള്ള പരസ്യങ്ങൾ കൊടുത്തോട്ടെ. കുറച്ച് കാശിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇങ്ങനെ അധപ്പതിക്കാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മമ്മൂക്ക തൂറിയ ക്ലോസറ്റിൽ തൂറാനൊരു അവസരം എന്നൊരു അട്രാക്ഷൻ കൂടി വയ്ക്കാമായിരുന്നു ഈ പരസ്യത്തിൽ എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇവിടെ വയ്ക്കായിരുന്നു. എല്ലാ ദിവസവും മമ്മൂക്ക തൂറിയ ക്ലോസറ്റിൽ നിങ്ങൾക്കും തൂറാം. ഇതൊരു നാണം കെട്ട പണിയെന്നാലോചിച്ച് നോക്കി. എന്തായാലും എവിടെ വരെ ഈ സംഭവം പോകും എന്നറിയാനായി ഞാൻ മനോരമയുടെ ബയോഗ്രഫി കയറി ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യൂ എന്ന് വന്നു. സ്വപ്നതുല്യമായ അവസരം സ്വന്തമാക്കൂ എന്നാണ് നമ്മളെ മാടി വിളിക്കുന്നത്. യുവർ ട്രാവൽ പ്രഫറൻസ് കൊടുക്കണം എന്നായി ആദ്യം. ട്രാവൽസ് പ്രഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആണോ ഡൊമസ്റ്റിക് ആണോ എന്നാണ്. അത് ഇവിടെയുള്ളവരാണോ വിദേശത്തുള്ളവരാണോ. അപ്പോൾ ഞാൻ അടിച്ചു ഡൊമസ്റ്റിക് എന്നടിച്ചു. വെൻ ആർ യു പ്ലാനിങ് ടു ട്രാവൽ ആസ് സൂൺ ആസ് പോസിബിൾ. വിത്തിൻ 2 വീക്സ്, നിങ്ങൾ 2 ആഴ്ചയാണോ താമസിക്കുന്നത്. വിത്തിൻ എ മന്ത്, 1 മാസമാണോ താമസിക്കുന്നത്. വിത്തിൻ 3 മന്ത്സ്, നോട്ട് ഷുവർ എറ്റ്, അതായത് നിങ്ങൾക്ക് ഉറപ്പായില്ലേ ഇതുവരെ, ഇതിലേത് വേണോ നമുക്ക് ആദ്യം ടിക്ക് ചെയ്യാം. അപ്പം ഞാൻ വിത്തിൻ 2 ഡേയ്സ് എന്നടിച്ചു. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞു വന്നു. എൻ്റർ
യുവർ നെയിം, നിങ്ങളുടെ പേരടിക്കൂ. ഞാൻ കള്ള പേരൊന്നും അടിച്ചില്ല, ഞാൻ ശാന്തിയുള്ള ദിനേശ് എന്ന് തന്നെ അടിച്ചു. എൻ്റർ യുവർ ഫോൺ നമ്പർ, അതും ഞാൻ സത്യം തന്നെ അടിച്ചു, 9847061250 എന്നടിച്ചു. കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് വന്നു. പ്ലീസ് ഫിൽ യുവർ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ സോ ദാറ്റ് വി ക്യാൻ കോണ്ടാക്ട് വിത്ത് യു. ഇമെയിൽ എൻ്റർ യുവർ ആൻസർ എന്ന് വന്നു. സിറ്റി എവിടെയാണ് അത് അതിൽ തന്നെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്തു, ട്രിവാൻഡ്രം. ഇവിടം വരെ ഞാൻ ഫില്ല് ചെയ്തു. പിന്നെ മുന്നോട്ട് എന്താണെന്ന് പറഞ്ഞാൽ പോണില്ല. എന്തുകൊണ്ടോ മുന്നോട്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പേര് നൽകിയിട്ട് മുന്നോട്ട് പോയില്ല. എത്ര രൂപയാണ് അവിടെ 2 ദിവസം താമസിക്കാനോ 2 ആഴ്ച താമസിക്കാനോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ താമസിക്കാനോ എന്നൊക്കെ കണ്ടെത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷെ പോകുന്നില്ല. എന്തിനാണ് ഇങ്ങനെ മമ്മൂട്ടിയെ പോലൊരു നടൻ സ്വന്തം വില കളയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് റേഷനറി വാങ്ങിക്കാനുള്ള വക വേറെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കിടന്നിരുന്ന കിടപ്പ് മുറി അടക്കം കണ്ടവന്മാർക്ക് കിടക്കാൻ കൊടുത്ത് ആ പൈസ കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനോ മകൾക്കോ ഇല്ല. അത്രയും കഴിഞ്ഞ ജന്മം പുണ്യം ചെയ്തവരാണ് അവർ. എന്തിനാ ഈ വില കളഞ്ഞൊന്നും എനിക്കറിയില്ല. മലപ്പുറത്തുള്ള പണച്ചാക്കുകളുടെ മക്കൾ വന്ന് മമ്മൂക്ക് വാങ്ങുന്ന 369 രജിസ്ട്രേഷനുള്ള കാറുകളൊക്കെ പറയുന്ന വില കൊടുത്ത് വർഷങ്ങളായി വാങ്ങിപ്പോയി. എടാ മമ്മൂക്ക പിടിച്ച സ്റ്റിയറിങ്ങിലാടാ ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോൾമേർ കൊള്ളുന്ന ഒരുപാട് പിള്ളേരുണ്ട്. 60 ലക്ഷത്തിൻ്റെ കാറ് കട്ടറിലൊക്കെ ചാടിച്ച് അതിനെ ഒരു പരുവമാക്കിയിട്ട് കൊതി തീരുമ്പോൾ 75 ലക്ഷം രൂപയ്ക്കോ 80 ലക്ഷം രൂപയ്ക്കോ വിറ്റോളൂ. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല, കാരണം ആരാധകൻ വന്ന് വാങ്ങട്ടെ. പക്ഷേ താമസിച്ചിരുന്ന വീട് പത്തനാഭപുരം കൊട്ടാരത്തെക്കാൾ മഹത്വവത്കരിച്ച് വാടകയ്ക്ക് ദിവസ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി നാണം കെട്ടതാണ്. ഈ പത്മശ്രീക്കാരന് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് അടക്കം ലോകത്ത് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും നേടിയ മമ്മൂക്ക ഒരിക്കലും ഇത്രയും അധപ്പതിക്കരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മറ്റേ എന്നെ തെറി വിളിക്കാനുള്ളതൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. യൂട്യൂബ് അങ്ങനെ ഒരു ഗുണം ചെയ്തു തന്നു. ഫോണിൽ വിളിച്ച് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചുരുക്കമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ, ഞാൻ അതിന് മറുപടി പറയാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കഥ, എൻ്റെ നല്ല പരിചയക്കാരിയായിരുന്നു സജിത മഠത്തിൽ. ചലച്ചിത്ര അക്കാദമിയിൽ ജോലിയുള്ള കാലത്താണ് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നത്. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. എന്തോ കാരണത്താൽ ഗണേഷ് കുമാറുമായിട്ട് സജിത തെറ്റി. ഗണേഷ് കുമാർ എന്തോ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു, ചൂടായി. ജോലി പോയ സമയത്തൊക്കെ ആശയറ്റ സജിതയ്ക്ക് മാനസിക പിന്തുണയൊക്കെ നൽകിയിരുന്നു ഞാൻ. മുഖ്യമന്ത്രി മാറി, പിണറായി വന്നു, സിനിമാ മന്ത്രി AK ബാലനായി. സജിത വീണ്ടും ശക്തി പ്രാപിച്ചു. ഒപ്പം നടിയെ ആക്രമിച്ച കേസ് വരികയും വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഒരു പുരുഷവിരുദ്ധ സംഘടന ഉണ്ടാക്കുകയും മീശയുണ്ടെങ്കിലും സ്ത്രീകളെപ്പോലെ ചിന്തിക്കുന്ന കുറേ പേർ പിറകിൽ നിന്ന് തള്ളാനും ഉന്താനും ഉണ്ടായപ്പോൾ അവരോടൊപ്പം സജിതയും കൂടി. ഒപ്പം സജിതയുടെ സഹോദരിയുടെ ഒരു മകൻ നക്സലൈറ്റുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുക കൂടിയായപ്പോൾ പരസ്യമായി ഞാൻ നക്സൽ ചിന്താഗതിക്കാരി ആണെന്ന് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് കോഴിക്കോടന്മാർ സജിതയെ അടക്കം വലയിലാക്കുക കൂടി ചെയ്തപ്പോൾ സജിത ശരിക്കും മാറി. തലയിൽ കണ്ണടയും വച്ച് ബുദ്ധിജീവി പട്ടികയിൽ സജിതയും ഇടം നേടി. ഞാൻ അതിനുശേഷം സജിതയെ കണ്ട വഴി മാറി നടക്കും, അല്ലാതെ ഞങ്ങൾ വിളിച്ചു പോകുന്ന ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. എനിക്ക് സജിതയോട് പറയാനുള്ളത്, ഇപ്പോൾ പാലയിലെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന സെക്രട്ടറി രാജിവെച്ച് പോയി. ഒരുപാട് പേർ അത് അറിഞ്ഞിട്ടില്ല. ആ പോസ്റ്റ് വേക്കൻ്റാണ്. സജിതയ്ക്ക് എന്തായാലും പറ്റിയ ഇടമാണ്. പാല കൂടാതെ നടക്കുന്നവരിൽ നിന്ന് തന്നെ വാരൽ വരാം. എന്നാലും ഒന്ന് ശ്രമിച്ചാൽ സജിതയ്ക്ക് ആ പോസ്റ്റ് കിട്ടാം. സജിതയുടെ ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാര്യം, സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു. അത് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ആ സ്ത്രീയോട് പാവം തോന്നി. കഴിഞ്ഞ വർഷം പകുതി മുതൽ സജിത തൊഴിൽ രഹിതയാണെന്നും കുടുംബത്തിലെ നീക്കിയിരിപ്പൊന്നും ഇല്ല എന്നും സജിത പറയുന്നു.
എഴുത്തും വല്ലപ്പോഴും കിട്ടുന്ന അഭിനയവുമാണ് ആകെ വരുമാനം. കേരളത്തിലും പുറത്തും സജിതയെ പരിപാടികൾക്കായി വിളിക്കുന്നവർ സ്നേഹം വാരിക്കോരി കൊടുത്താൽ സജിതയുടെ വയറ് അല്ലെങ്കിൽ സജിതയുടെ കുടുംബത്തിൻ്റെ വയറ് നിറയില്ല എന്നും ട്രെയിനും ബസ്സുമൊക്കെ ആളോഹരി കിട്ടിയതല്ല എന്നും സജിത ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. നിങ്ങളുടെ പരിപാടികൾ എൻ്റെ ആവശ്യമായി മാറ്റരുത് എന്നാണ് സജിത ഓർമ്മിപ്പിക്കുന്നത്. ചെലവിടുന്ന മണിക്കൂറുകൾ നോക്കി ന്യായമായ പ്രതിഫലം ഇനി തന്നേ പറ്റൂ എന്നാണ് 2026 സജിതയുടെ തീരുമാനം. ന്യായമായ 100% ന്യായമായ തീരുമാനമാണെന്ന് ഞാൻ പറയും. എന്ത് തരണമെന്ന് ന്യായമായ ചോദ്യം, അതെങ്കിലും സജിത പ്രതീക്ഷിക്കുന്നു എന്നാണ് സജിത പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? എന്തെങ്കിലും ചോദിക്കണം, നിങ്ങൾ തരണ്ട. പക്ഷേ സജിതയ്ക്ക് എന്താ തരേണ്ടത്? ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കണം എന്നാണ് അവർ പറയുന്നത്. എഗ്രിമെൻറ്റുകളില്ലാത്ത ഇടപാടുകൾ ഒന്നും ഇനി വേണ്ട എന്നും സജിത പറയുന്നു. സജിതയുടെ തീരുമാനം 100% നല്ലതാണ്. സഞ്ചിയും തൂക്കി വലിയ വട്ടപ്പൊട്ടുമൊക്കെ വച്ച് ബുദ്ധിജീവി വേഷങ്ങളുമായി ക്ഷണിച്ചപ്പോൾ വരുന്ന സജിതയ്ക്ക് അല്ലെങ്കിൽ സജിതയോട് മിനിമം മര്യാദയെങ്കിലും സംഘാടകർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഴീക്കോട് മാഷൊക്കെ, സുകുമാർ അഴീക്കോട് മാഷൊക്കെ തുക പറഞ്ഞ് ഉറപ്പിച്ച് മൈക്കിന് മുന്നിൽ കയറും മുമ്പ് അത് വാങ്ങിയിട്ടേ അദ്ദേഹം ചുണ്ടനക്കുള്ളായിരുന്നു. കഥാപ്രസംഗം ഇൻ്റർവൽ വരെ പറഞ്ഞ ശേഷം പറഞ്ഞിരുന്ന തുകയുടെ ബാക്കി കയ്യിൽ കിട്ടും വരെ ഇൻ്റർവൽ നീട്ടി കൊണ്ടുപോയിട്ട് കാശ് കിട്ടിയാലേ പാർട്ടി പരിപാടി ആയാൽ പോലും സാംബശിവൻ സാറ് ഇൻ്റർവലിന് ശേഷമുള്ള ബാക്കി കഥ പറയും. മറ്റൊരു ചോപ്പനായ SL പുരം സദാനന്ദ സാർ പറഞ്ഞ തുക പൈസ കണക്കാക്കി ഒരു പൈസ കുറയ്ക്കാതെ കയ്യിൽ വെച്ചു കൊടുത്താൽ മാത്രമേ സിനിമയുടെ തിരക്കഥ തിരിച്ചേൽപ്പിക്കുള്ളായിരുന്നു. തിരക്കഥ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും, എനിക്ക് അഡ്വാൻസ് എന്ന പേര് ബാക്കി ഇത്രയുണ്ട്, ആ തുക ഇങ്ങോട്ടാ, അത് വാങ്ങിയിട്ടല്ലാതെ ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ലക്ഷപ്രഭുക്കളായി. വേഷവിധാനങ്ങൾ നോക്കി ആളുകളെ അടക്കണ്ട, സജിതയ്ക്ക് കൊടുക്ക് കാശ് എന്ന് ഞാൻ പറയും. അവരും അന്തസ്സായി ജീവിക്കട്ടെ. അതെങ്കിലും ഓർത്ത് മേലിൽ സജിതയെ വിളിക്കുന്നവർ അവരെ പറ്റിക്കരുത്. ബസ് കൂലി, വണ്ടിക്കൂലി ഉണ്ടോ എന്ന് പോലും ചോദിച്ചില്ല എന്നാണ് ഫേസ്ബുക്കിൽ പലരും ചോദിക്കില്ല എന്നാണ് സജിത പറയുന്നത്. ചോദിച്ചവരോട് സജിത നന്ദിയും പറയും.